Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് തുടങ്ങിയത് അല്ലേ? ഇതിൽ എവിടെ വരെ എത്ര എണ്ണം നമ്മൾ എടുത്തിരുന്നു മെഡിക്കൽ എക്യുപ്മെന്റ്സ്? വീൽ ചെയറും സ്ട്രക്ചേഴ്സും സക്ഷനിങ് മെഷീൻ വരെയല്ലേ? ഓക്കെ, 11ാമത്തെ അല്ലേ? ശരി, സക്ഷനിങ് മെഷീൻ വരെ കംപ്ലീറ്റ് ആയി അല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? അത് ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മള് നെക്സ്റ്റ് വണ്ണിൽ തുടങ്ങിയാണ് കേട്ടോ തുടങ്ങുന്നത്. 12 തുടങ്ങിയാണ്, ഫ്ലോ മീറ്റർ തുടങ്ങിയാണ് മിസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വരെ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? കുറെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നേ? എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നേ? ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലേ? അതിന്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഒരു ഉപകരണം? അപ്പൊ ഇവിടെ എന്താണ് ഒരു ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഫ്ലോ അല്ലെ, അതിന്റെ ആ ഒരു ഫ്ലോ. അതായത് ഇപ്പോ ഒരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ, ഒരു ഗ്യാസ് ആയിക്കോട്ടെ, അതിന്റെ ഫ്ലോയെ നിയന്ത്രിക്കാനും മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് എത്രത്തോളം ഫ്ലോയില് പോവാം, എത്ര സ്പീഡിൽ പോവാം, ഫ്ലോ എത്രയായിരിക്കണം, അത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഓക്സിജൻ മാസ്ക് സിലിണ്ടറിന്റെ ഒക്കെയാണ് മുകളിൽ ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കുന്ന ഓക്സിജന്റെ ആ ഒരു ഫ്ലോയുടെ അളവ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഫ്ലോ മീറ്റർ ഈസ് എ ഡിവൈസ് control and gauges the flow of a fluid and gas. ഫ്ലൂയിഡിന്റെ ആയിക്കോട്ടെ, ഗ്യാസിന്റെ ആയിക്കോട്ടെ, അതിന്റെ ആ ഒരു ഫ്ലോ അല്ലെ, അതിന്റെ ആ ഒരു ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും നിയന്ത്രിക്കാനും അളക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. And in anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and density. അപ്പൊ ഈ അതിനുള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഡെൻസിറ്റി, സാന്ദ്രത, അതിന്റെ വിസ്കോസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അതിലൂടെ പോകുന്ന ആ ഒരു ഫ്ലോ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഫ്ലോയിലാണ്. ഇപ്പൊ അനസ്തേഷ്യക്ക് നമ്മള് എന്താണ് മാസ്കുകളിലൂടെ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അനസ്തറ്റിക് ഗ്യാസ് മെഷീൻസുമായി ഗ്യാസിന്റെ രൂപയെ വന്ന് കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള മെഷീനിലാണെങ്കിലൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കൺട്രോൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഫ്ലോയെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് ഫ്ലോ മീറ്റർ. അപ്പൊ ഗ്യാസിന്റെ ആയിക്കോട്ടെ, ഫ്ലൂയിഡിന്റെ ആയിക്കോട്ടെ, ഫ്ലോയെ നിയന്ത്രിക്കാനും കൃത്യമായിട്ട് അതിൽ നിന്ന് എത്രത്തോളം മെഷർമെന്റ്, എത്രത്തോളം ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസോ ഫ്ലൂയിഡോ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുമെന്ന് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അനസ്തേറ്റിക് ഗ്യാസ് മെഷീൻസിലൊക്കെ ആണെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ സ്ലോ എമൗണ്ടിലായിരിക്കും അനസ്തേഷ്യ ഗ്യാസുകൾ പേഷ്യൻസിന് നൽകുക. അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ, സ്പീഡ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ആ ഒരു സ്പീഡ് വളരെ കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ആ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ചും അതിന്റെ വിസ്കോസിറ്റിക്ക് അനുസരിച്ചും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫ്ലോ മീറ്റർ. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എ ഡിവൈസ് കൺട്രോൾ ആൻഡ് ഗേജസ് ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്. വായിച്ചു കഴിയുമ്പോൾ ഓരോന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സിറിഞ്ച് പമ്പ്. ഇത് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ സിറിഞ്ച് പമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരുണ്ടോ? ആരും കണ്ടിട്ടില്ല? ഓക്കെ, കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞാല് is a syringe driven or syringe pump is a little infusion pump
Some consist of infuse and withdraw capability used to administer gradually small amounts of fluid with or without medication to a patient or for use in chemical and biomedical research. ഈ ഒരു സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ഒരു സിറിഞ്ച് ഡ്രിബർ എന്ന് പറഞ്ഞാലും സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. രണ്ടും ഒന്നിനെ പറയുന്ന പേരാണ്. സിറിഞ്ച് പമ്പ് ആണെങ്കിലും സിറിഞ്ച് ഡ്രിബർ ആണെങ്കിലും. ഇതൊരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിസിൻസോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഫ്ലൂയിഡ്സ് നമുക്ക് ഫ്ലൂയിഡിൽ എന്തില്ലേ വളരെ സ്മോൾ എമൗണ്ടില് കേട്ടോ, വളരെ ചെറിയ എമൗണ്ടില് നമുക്ക് ഗ്രാജുവലി വളരെ ചെറിയ എമൗണ്ടുകളില് നമുക്ക് ഫ്ലൂയിഡ്സ് പേഷ്യൻസിന് നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. സാധാരണ ഇതിലൊരു സിറിഞ്ച് ഘടിപ്പിക്കും, അതിനുള്ളിൽ മെഡിക്കേഷൻസ് മരുന്നുകൾ ഉൾപ്പെടുന്ന ഫ്ലൂയിഡ് ആയിരിക്കും, അല്ലാത്തതാവും. അത് വിത്തൗട്ട് മെഡിക്കേഷൻ എന്ന് പറയുന്നത് മരുന്നുണ്ടാവാം, അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് ആണെങ്കിലും നമുക്ക് ഇവിടെ ആ ഒരു സിറിഞ്ച് ഇരിക്കുന്നത് കണ്ടല്ലോ അല്ലെ, ആ ഒരു പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സിറിഞ്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ് പോവേണ്ടത്, ഓരോ മിനിറ്റ് ഇത് സമയം ഇടവിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യവും പോകണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നിർത്താനും സെറ്റ് ചെയ്യാനും പറ്റും. അതിനനുസരിച്ച് വളരെ സ്മോൾ എമൗണ്ടിൽ ഗ്രാജുവലി ക്രമേണ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് എത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ ഒരു സിറിഞ്ച് പമ്പിനെ, ഒരു സിറിഞ്ചിനെയാണ് നമ്മൾ ആ ഒരു മെഷീനെയാണ് നമ്മൾ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ചിലവയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഫ്ലൂയിഡ് കൊടുക്കാനും പറ്റും, അതിൽ നിന്ന് നമുക്ക് ബ്ലഡോ കാര്യങ്ങളോ വലിച്ചെടുക്കാനും പറ്റും. ചില ഇൻഫ്യൂഷൻ പമ്പുകൾ അല്ലെങ്കിൽ സിറിഞ്ച് പമ്പുകൾ അത്തരത്തിലുള്ളവയുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുള്ളത്, ഒന്ന് ചിലത് അങ്ങോട്ട് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ചിലതിൽ നിന്ന് വിഡ്രോ കപ്പാബിലിറ്റി ഉണ്ട്, തിരികെ ബ്ലഡ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാനുള്ള കേപ്പബിലിറ്റി കൂടി ഉള്ളവരുണ്ട്. അപ്പൊ വളരെ സ്മോൾ എമൗണ്ട്, അത് എപ്പോഴും ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്, യൂസ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ്. വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ഒരുപാട് സമയം എടുത്തായിരിക്കും കേട്ടോ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് കയറ്റാം. അപ്പൊ നമുക്കറിയാം ചില ആന്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നമുക്ക് ചില പേഷ്യൻസിനെ കയറ്റാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളരെ സ്മോൾ എമൗണ്ട് കുറെ സമയം എടുത്ത് ഗ്രാജുവലി നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അവരുടെ ബോഡിയിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രിബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ചുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പൊ റിസർച്ചുകളൊക്കെ ആവുമ്പോൾ പല എക്സ്പെരിമെന്റും കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെയും ഇതുപോലെ പല ഫ്രൂട്ട്സും കാര്യങ്ങളും യൂസ് ചെയ്ത് വരും. അത് വളരെ ചെറിയ എമൗണ്ടുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ കൃത്യമായ എമൗണ്ടുകളിൽ നമുക്കത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ഉപകരണം യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ സിറിഞ്ച് പമ്പ്. അയച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സ്റ്റെതസ്കോപ്പ്. ഇത് അറിയാമല്ലോ അല്ലെ? സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ ഓർ ലിസണിംഗ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ ആനിമൽ ഓർ ഹ്യൂമൻ ബോഡി. അപ്ലൈൻ ചെയ്തിട്ടാട്ടോ തിയേറ്റർ കണ്ടിട്ടുണ്ടേ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ്, നമുക്ക് ശ്രവണത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ, കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ എന്താണ് ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസാ. നമ്മൾ കേൾക്കുന്നതിലൂടെയാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ രോഗനിർണയം കാര്യങ്ങൾ. ഡോക്ടേഴ്സ് അങ്ങനെയല്ലേ? ഈ ഒരു സ്റ്റെതസ്കോപ്പ് എങ്ങനെയാണ് അവർ ബോഡിയിലേക്ക് വെക്കുക? ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള റെസണേറ്റർ ഏരിയ ഉണ്ടാവും അല്ലെ? ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസണേറ്റർ ഏരിയ ഉണ്ടാവും. അത് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് പ്ലേസ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ അതിൽ നിന്നൊരു ട്യൂബ് പോയിട്ടുണ്ടാവും ഇല്ലേ? ആ ട്യൂബിന്റെ രണ്ട് എൻഡിലുമായിട്ട് ഇയർ പീസസ് ഉണ്ടാവും. അവരുടെ രണ്ട് ചെവിയിലേക്കും വെക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു ചെസ്റ്റിന്റെ ഏരിയയിലുള്ള സൗണ്ടുകൾ ഇവർ എന്ത് ചെയ്യുന്നു?
കേൾക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു ശ്രവണത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഫോർ ഓസ്കൾട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. നമ്മുടെ അനിമൽസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലെ ആന്തരിക ശബ്ദങ്ങളെ അല്ലെ, ആന്തരിക ശബ്ദങ്ങളെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ്. ഇതിലെന്താണ് ഒരു സ്മോൾ ചെറിയ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദ ചെസ്റ്റ്. നമ്മുടെ ചെസ്റ്റ് ഏരിയയിലേക്ക് ആയിരിക്കും അത് വെക്കുക. ആൻഡ് ടു ട്യൂബ്സ് കണക്റ്റഡ് ടു ദ ഇയർ പീസ്. അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ട്യൂബുകൾ രണ്ടായി തിരിഞ്ഞ് അത് ഇയർ പീസ് ആയിട്ട് മാറുന്നു. നമുക്ക് അത് ചെവിയിൽ വെക്കാനും പറ്റുന്നു. ഇറ്റ് ഈസ് ഓഫൻ യൂസ് ടു ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ലെങ്സ് ആൻഡ് ഹാർട്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലെങ്സിന്റെ ആയിക്കോട്ടെ ഹാർട്ടിന്റെ ആയിക്കോട്ടെ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. എന്തൊക്കെയാണ് സ്റ്റെതസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞത്? സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ. എന്താണ് ഓസ്കൾട്ടേഷൻ? ലിസണിംഗ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെയോ അല്ലെങ്കിൽ അനിമൽസിന്റെയോ ഇന്നർ സൗണ്ട്സുകളെ കുറിച്ച് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ശ്രവണത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെഡിക്കൽ ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന് ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റെസൊനേറ്റർ ഏരിയ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ചെസ്റ്റ് ഭാഗത്തേക്ക് വെക്കുകയും അതിൽ നിന്ന് വന്നിട്ടുള്ള ട്യൂബുകളിൽ നിന്ന് രണ്ട് ഇയർ പീസുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് വെക്കുകയും നമ്മൾ ആ ഒരു ലെൻസിന്റെയും ഹാർട്ടിന്റെയൊക്കെ ആ ഒരു ചെസ്റ്റ് ഭാഗത്തുള്ള ഇന്നർ ഓർഗൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക ശബ്ദങ്ങളെ കേൾക്കുകയും ചെയ്യും. ഒന്ന് വായിച്ചു നോക്കി സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ എല്ലാവരുടെ? ശരി, ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ക്രാഷ് കാർട്ട്. ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഇത് എവിടെയാ പഠിച്ചത്? ക്രാഷ് കാർട്ട് എവിടെയെങ്കിലും പഠിച്ചോ? ഈ ക്രാഷ് കാർട്ട് എന്നുള്ള പേര് എവിടെയെങ്കിലും പഠിച്ചോ? പഠിച്ചില്ല. ഈ പേര് എവിടെയെങ്കിലും കേട്ടിരുന്നോ? നമ്മൾ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ പഠിച്ചപ്പോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? എവിടെയാണ് കേട്ടത്? അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ പഠിച്ചപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്രാഷ് കാർഡ് നമ്മൾ ഇനി ഒരു എക്യുപ്മെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. ട്രോളീസിൽ അല്ലേ? ആണോ? ഓർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാട്ടാ. ട്രോളീസിൽ നമ്മൾ ഈ ഒരു പേര് പറഞ്ഞിരുന്നു, ക്രാഷ് കാർഡ്. ഇവിടെ ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞിരുന്നു ഒരു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. It is also known by the other names like കോഡ് കാർട്ട് എന്നാണ് കേട്ടോ. CORD അല്ല, CODE. അതൊന്നും കറക്റ്റ് ആക്കി. COD നിങ്ങളിൽ കറക്റ്റ് ആണെങ്കിൽ മാറ്റണ്ട കേട്ടോ. ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? CORD എന്നാണോ കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ CODE എന്നാക്കാം കേട്ടോ. CODE കോഡ് കോഡാണ്, കോഡ് കാർഡ്. അതൊന്ന് അങ്ങനെ കറക്റ്റ് ചെയ്തെങ്ങനെ. Then it is known by the other names. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ക്രാഷ് കാർഡിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കോഡ് കാർഡ്, മാക്സ് കാർഡ്. ഒന്നുണ്ടല്ലോ ചെയ്തിട്ടേ. കോഡ് കാർഡ്, മാക്സ് കാർഡ്. A crash card or code card or max card is a set of trays, drawers or shelves on wheels used in hospital for transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for life support protocols ACLS and ALS to potentially save someone's life.
ഇവിടെ ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ അതിന്റെ 3 പേരുകളാണ് മൊത്തം ഉള്ളത്. ഒന്നില്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കോഡ് കാർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് പേര് പറയാം? ഏത് പേര് പറയാം? മൂന്നാമത്തെ പേര് ഏതാ? ക്രാഷ് കാർട്ട് പറഞ്ഞു, കോഡ് കാർട്ട് പറഞ്ഞു, മാക്സ് കാർട്ട് അല്ലെ, മാക്സ് കാർട്ട് എന്ന് പറയാ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 പേരുകൾ പഠിച്ചു വെക്കുക. അതുപോലെ ഈ ഒരു ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഒന്നെങ്കിൽ ഒരു സെറ്റ് ഓഫ് ട്രേസ് ആയിരിക്കും, നമ്മുടെ വീൽസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ട്രേ ആവാം, ഡ്രോയേഴ്സ് ആവാം, ഷെൽഫുകൾ ആവാം. അത് വീൽസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു സെറ്റ് ഓഫ് ഡ്രോയേഴ്സോ ട്രേസോ അല്ലെങ്കിൽ ഷെൽഫുകളോ ആണ്. ഇത് നമുക്ക് വീൽസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നേ? അവിടെ മെഡിക്കേഷൻസ്, മരുന്നുകളോ ഉപകരണങ്ങളോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, കൊണ്ടുപോകാനോ വിതരണം ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഏത് സൈറ്റില്? അറ്റ് ദ സൈറ്റ് ഓഫ് മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി. മെഡിക്കൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടോ ശസ്ത്രക്രിയാപരമായിട്ടോ ഒരു എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു എമർജൻസി നടക്കുന്ന ഇടങ്ങളിലേക്ക് എക്യുപ്മെന്റുകളോ മരുന്നുകളോ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഈ മാക്സ് കാർട്ട് അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്. എന്താണ് ACLS? അഡ്വാൻസ്ഡ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം അറിയാത്തവരൊന്ന് എഴുതി വെച്ചോട്ടോ. ACLSന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. ഒന്ന് എഴുതി വെച്ചേ, അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. അതൊരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ഒരു കൂട്ടം പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ACLS എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ഇനി അപ്പൊ ALS എന്താണ്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് കേട്ടോ. ALSന്റെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരം കണ്ടീഷനുകളിൽ അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും എക്യുപ്മെന്റുകളോ ആവശ്യമായി വരികയാണെങ്കിൽ അത്തരം സൈറ്റുകളിലേക്ക് മെഡിസിൻസോ എക്യുപ്മെന്റോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് അല്ലെങ്കിൽ കോഡ് കാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിന്റെ ആ 3 പേരുകൾ മൊത്തം 3 പേരുകളാണ് ക്രാഷ് കാർട്ട്. അതില്ലെങ്കിൽ അതിന്റെ മറ്റു 2 പേരുകൾ ചോദിക്കാം. അതിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ആ 3 പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ACLSന്റെയും ALSന്റെയും എക്സ്പാൻഡഡ് ഫോമും പഠിച്ചു വെക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കി ക്രാഷ് കാർട്ട്. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നെബുലൈസർ. ഇത് യൂസ് ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? നെബുലൈസർ മിക്ക ആളുകളുടെയും വീടുകളിൽ, കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ പ്രത്യേകിച്ച് അല്ലെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ഉപകരണമാണ് നെബുലൈസർ. അത് നോക്കിയേ, നെബുലൈസർ എന്താണ്? എന്തിനു വേണ്ടിയിട്ട് നെബുലൈസർ യൂസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ?
നമ്മുടെ ബ്രീതിങ് ഈസി ആക്കാൻ വേണ്ടി അല്ലെ, ബ്രീതിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നെബുലൈസേഴ്സ് യൂസ് ചെയ്യാറ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്. നെബുലൈസറിലൂടെ നമുക്ക് മരുന്നല്ലേ തരുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നത് എന്ത് രൂപത്തിലാണ് കിട്ടുന്നത്? മിസ്റ്റിന്റെ രൂപത്തിൽ അല്ലെ, ഒരു മഞ്ഞിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഈർപ്പത്തിന്റെ രൂപത്തിലാണ് നമുക്ക് ലെൻസിലേക്ക് നമ്മുടെ ഈ മരുന്നുകൾ എന്ത് ചെയ്യുന്നത്, എത്തുന്നത് അല്ലെ. നെബുലൈസേഴ്സ് ആർ മെയിൻലി യൂസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ്, asthma, COPD and other respiratory diseases or disorders. നമുക്ക് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും നമുക്ക് നെബുലൈസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. നെബുലൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് അല്ലെ, നമുക്ക് മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എന്ത് രൂപത്തില്? യൂസ് ടു ഗീവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻടു ദ ലങ്സ്. ലങ്സ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഒരു മഞ്ഞു രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഈർപ്പ രൂപത്തിലോ നമുക്ക് എന്ത് ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. നെബുലൈസേഴ്സ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യാറ്? സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു ജനിതക വൈകല്യമാണ് കേട്ടോ. നമ്മുടെ ശ്വാസകോശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അണുബാധയാണ്. അപ്പൊ അത് ജനിതകപരമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാറാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദീർഘകാലത്തേക്ക് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകൾ, കഫം, ചുമ മുതലായവയ്ക്ക് അനുഭവപ്പെടാം. അപ്പൊ അത്തരം കണ്ടീഷനിൽ നമുക്ക് നെബുലൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആസ്മയുമായി ബന്ധപ്പെട്ട് അല്ലെ, ആസ്മയുമായി ബന്ധപ്പെട്ട് COPD എന്താ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. കേട്ടിട്ടില്ലേ ഇത്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്, നിങ്ങൾക്ക് പല ചാപ്റ്റേഴ്സിലും ഈ ഒരു ടേം വരാറുണ്ട് അല്ലെ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഒരു എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസുകളാണ് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന, ലങ്സിന്റെ ടിഷ്യൂസിനെയും അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ശ്വാസകോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക, അതുവഴി ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് റെസ്പിറേറ്ററി ഡിസീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെബുലൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത്? മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻടു ദ ലങ്സ്. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈർപ്പത്തിന്റെ രൂപത്തിലാണ് മരുന്നുകൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ്സ് അവരുടെ ലങ്സിലേക്ക് എത്തുന്നത്. വേഗം വായിച്ചു നോക്കി നെബുലൈസർ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സ്റ്റീം ഇൻഹേലർ. ഇതും നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് മിക്ക ആളുകളുടെയും വീട്ടിലുള്ളതാണ് അല്ലെ, ഇല്ലേ? സ്റ്റീം ഇൻഹേലർ ഉണ്ടോ? ഈ ഷേപ്പ് ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇതിൽ കാണുന്നതേ ഷേപ്പ് വേണമെന്നില്ല, അല്ലാത്ത രീതിയിലുള്ളതും നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ട്. അപ്പൊ ഇതില്ല എങ്കിൽ പോലും ഇതൊരു ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി അല്ലേ തരുന്നത് അല്ലേ? നാച്ചുറൽ ആയിട്ട് നമുക്ക് അല്ലെ, നമുക്ക് ഇതില്ല എങ്കിൽ പോലും പണ്ട് മുതലേ നമ്മൾ ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഈ ഒരു ഉപകരണം വേണമെന്നില്ല അല്ലെ. നമ്മുടെ വീട്ടിൽ അല്ലാത്ത പല സാധനങ്ങൾ കൊണ്ടും അടുക്കളയിലുള്ള പല സാധനങ്ങൾ കൊണ്ടും നമ്മൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പികൾ നമ്മുടെ അമ്മമാര് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ. അതെ, കുട്ടുകുച്ചിക്ക കൊണ്ട് അല്ലെ, കുട്ടുകുടം ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പൊ ഇത് ശരിക്കും ഒരു മോസ്റ്റ് കോമൺ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മേജർ ബെനിഫിറ്റ് ഓഫ് നാച്ചുറൽ സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി ഈസ് ഇറ്റ്സ് മാർവലസ് വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഓർ കോംപ്ലിക്കേഷൻ ജനറേറ്റഡ് വിത്ത് ദ വാം ആൻഡ് മോയിസ്റ്റ് എയർ while inhaling with this process of steam inhalation. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ നെബുലൈസർ യൂസ് ചെയ്തവർക്കും ഇത് യൂസ് ചെയ്തവർക്കും തമ്മിൽ എന്താ ഇതിന്റെ പ്രധാന വ്യത്യാസം? നെബുലൈസറിൽ വരുന്ന ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നീരാവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ് പോലത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത് തണുപ്പായിരിക്കും അല്ലെ, ചൂടാണ്. നമ്മുടെ വീട്ടിലുള്ള നെബുലൈസേഴ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം ഈ സ്റ്റീം ഇൻഹേലറിലൂടെ വരുന്ന ആ ഒരു എയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മോയിസ്റ്റ് എയർ എങ്ങനെയായിരിക്കും? വാം ആയിരിക്കും
അല്ലെ? അതെ, വാം ആയിട്ടുള്ളതാണ് അല്ലെ, ചൂടുള്ളതാണ് അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ചൂടുള്ള ഈർപ്പമുള്ളതായിട്ടുള്ള ഒരു വായു ആയിരിക്കും നമുക്ക് അതിലൂടെ കിട്ടുക. അതിലൂടെ നമുക്ക് ഒരുപാട് റെസ്പിറേറ്ററി പ്രോബ്ലംസും മറ്റു പല കോംപ്ലിക്കേഷൻസിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പി വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റീം ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഹേലർ ആണ്. അതിന് വളരെ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റീം ഇൻഹലേഷൻ തെറാപ്പിയാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വാം മോയിസ്റ്റ് അല്ലെ, നമ്മുടെ ഒരു ചൂടുള്ള ഈർപ്പമുള്ള വായു കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഡിസീസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി സ്റ്റീം ഇൻഹേലർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എക്കോ. ഈ ഒരു ടെസ്റ്റ് കേട്ടിട്ടില്ലേ? എക്കോ ടെസ്റ്റ് ഏതിന്റെയാണ്? സ്റ്റീം ഇൻഹേലറിന്റെ ആണോ? പിക്ചർ ചിലപ്പോ പിക്ചേഴ്സ് തരാറുണ്ട്, ചിലപ്പോ അതിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഡാഷ് ഈസ് ആൻ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരാം കേട്ടോ. അങ്ങനെയും ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പിക്ചേഴ്സ് കാണാറുണ്ട്. അപ്പൊ പിക്ചർ നോക്കിയും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഈ സ്റ്റീം ഇൻഹേലറും നെബുലൈസറും നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ പിക്ചേഴ്സാ വരുള്ളൂ കേട്ടോ. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ, എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തതാണ് എക്കോ. Echo test is also known as in the name of echocardiography or diagnostic cardiac ultrasound. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അപ്പൊ എക്കോ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ആക്കി വിളിക്കുന്നതാണ് ശരിക്കും അല്ലെ. ഈ ഒരു ടെസ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എക്കോ കാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. And echo uses sound waves to design pictures of your heart chambers, valves, walls and other blood vessels, aorta, arteries and veins attached to your heart. നമ്മുടെ സ്കിൻ അല്ല കേട്ടോ, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എക്കോ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, എക്കോ കാർഡിയോഗ്രഫി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ശരിക്കും സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഹാർട്ടിന്റെ ചേമ്പേഴ്സ്, അറകള്, വാൽവുകള്, ഭിത്തികള്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബ്ലഡ് വെസൽസ്, അതായത് അയോട്ട, നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽ ആണ് ആർട്ടറിയിൽ ധമനികള്, മഹാധമനി, മറ്റു ധമനികൾ അല്ലെങ്കിൽ മത്സിരകള്, അങ്ങനെയുള്ള ആർട്ടറീസും വെയിൻസും അയോട്ടയുടെ ഒക്കെ അങ്ങനെയുള്ള ബ്ലഡ് വെസൽസിന്റെയും ഹാർട്ട് ചേമ്പേഴ്സിന്റെയും ഹാർട്ടിന്റെ വാൽവുകളുടെയും വാൾസ്, ഹാർട്ടിന്റെ ഭിത്തികളുടെയൊക്കെ ചിത്രം എടുക്കാനായിട്ട് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രം എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എക്കോ കാർഡിയോഗ്രഫി ഓർ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. A probe called a transducer is passed over your chest. അതായത് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ പുറത്തേക്ക് ഒരു മൂവ് ചെയ്യുന്ന ഒരു ഭാഗമല്ല, ഒരു സ്റ്റിക്ക് പോലത്തെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഇപ്പൊ ആ ഒരു പിക്ചറിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റിക്ക് പോലത്തെ ഭാഗം നമ്മൾ പിടിച്ചിട്ടാണ്, അതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റിക്ക് പോലത്തെ ആ ഒരു പ്രോബാണ് ഇതിന്റെ ട്രാൻസ്ഡ്യൂസർ എന്നാ നമ്മൾ പറയാ. ആ ട്രാൻസ്ഡ്യൂസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് നമ്മൾ ആ ഒരു ഭാഗത്തെ പിക്ചേഴ്സ് എടുക്കുന്നത്. മനസ്സിലായോ? സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ പുറത്ത് ഒരു ജെല്ല് പോലത്തെ ഒരു ജെല്ല് പരത്തിയിട്ട് അതിന് മുകളിലൂടെ ആ ഒരു സ്റ്റിക്ക് പോലത്തെ ദണ്ട് പോലത്തെ ഒരു ഉപകരണം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് സാധാരണ പിക്ചേഴ്സ് എടുക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക കേട്ടോ. ചെസ്റ്റിന്റെ ഭാഗത്താണ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇതേപോലെ തന്നെ ആ ഒരു പ്രോബ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്
പ്രൂവ് ചെയ്താണ് ആ ഒരു പിക്ചേഴ്സ് എടുക്കാൻ സഹായിക്കുന്നത്. അപ്പൊ എക്കോന്റെ രണ്ട് പേരുകൾ പഠിച്ചു വെക്കണേ. എക്കോ കാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയക് അൾട്രാസൗണ്ട് എന്നറിയപ്പെടുന്നു. ഇവിടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഹാർട്ടിന്റെ ചേമ്പേഴ്സ്, വാൽവ്, വാൾസ്, ബ്ലഡ് വെസൽസ് മുതലായവയുടെ ചിത്രമെടുക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എക്കോ കാർഡിയോഗ്രഫി അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയത് എക്കോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് EEG. എന്താണ് EEG? എന്താണ് EEG? ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ? ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രോ എൻസെഫലോഗ്രാം കേട്ടോ. നോക്കിയേ, EEG is used to find problems in the electrical function of the brain. നമ്മളപ്പോ ECG പഠിച്ചിട്ടുണ്ട്, ഇതിൽ EEG പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ECG എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ EEG എന്താണെന്ന് നോക്കാം അല്ലെ? Is used to find problems in the electrical function of the brain. നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കണ്ടെത്തുന്നതിന് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് EEG ടെസ്റ്റ് എന്ന് പറയുന്നത്. that may be connected with certain brain disorders. ഇപ്പൊ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വൈകല്യങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പരിശോധനയാണ് EEG ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത്. The measurements given by an EEG are used to verify various conditions including seizure disorders. അതായത് അവിടെ അബ്നോർമാലിറ്റീസ് ഉള്ളത്, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അതിൽ പ്രധാനപ്പെട്ടവയാണ് ഒരെണ്ണമാണ് എപ്പിലെപ്സി. എന്താ എപ്പിലെപ്സി? കേട്ടിട്ടുണ്ടോ ആ പേര്? അപസ്മാരം കേട്ടിട്ടില്ലേ മലയാളത്തിൽ? അതിനെ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹെഡ് ഇഞ്ചുറി, നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള പല കണ്ടീഷൻസിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു പരിശോധനയാണ് EEG ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ EEG എന്ന് പറഞ്ഞാൽ യൂസ് ടു ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതുമായി നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് EEG എന്ന് പറയുന്നത്. ഈ EEG മെഷർമെന്റുകളിലൂടെ നമുക്ക് ആ ഒരു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുവഴി അപസ്മാരം, മറ്റ് ഹെഡ് ഇഞ്ചുറീസ്, നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന പരിക്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി EEG. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഒഫ്താൽമോസ്കോപ്പ്. ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വണ്ണിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. ഒഫ്താൽമോസ്കോപ്പ് ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി എന്നല്ല, ഒഫ്താൽമോസ്കോപ്പി ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി.
അതിന്റെ പ്രൊസീജിയറിനെ നമ്മൾ ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയാം. ആ ഉപകരണത്തെയാണ് നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ പി കഴിഞ്ഞിട്ട് ഇ അല്ല, ഒരു വലിയ കേട്ടോ. Ophthalmoscopy, also called fundoscopy, is a test which permits a health professional to watch inside the fundus of the eye and other structures using an ophthalmoscope or fundoscope. With ophthalmoscopy എന്ന് പറയുന്ന അല്ലെങ്കിൽ fundoscopy എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് ആണ് നമ്മുടെ വിഷനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഐത്തെ വിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. റെറ്റിന, ഒപ്റ്റിക്കൽ ഡിസ്ക്, അതുപോലെ ബ്ലഡ് വെസൽസ് മുതലായവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ബാക്ക് സർഫസ്, നമ്മുടെ ഐയുടെ ബാക്ക് സർഫസിനെയാണ്. അത് നമ്മുടെ വിഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ പാർട്ട് കൂടിയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ കണ്ണിന്റെ മറ്റു ഭാഗങ്ങളെയൊക്കെ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് അത് പിക്ചറൈസ് ചെയ്യാനും, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വിഷനുമായി ബന്ധപ്പെട്ടുണ്ടോ, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ്. It is performed as part of an eye examination or may be performed as part of a customary physical examination. സാധാരണ നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഒരു ഒഫ്താൽമോസ്കോപ്പി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ മറ്റ് എന്തെങ്കിലും ശാരീരിക പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഒഫ്താൽമോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. ഈ ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത് എന്ത് ടെസ്റ്റ് ആണ്? ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മുടെ കണ്ണിന്റെ ഫണ്ടസ്, അതായത് ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ബാക്ക് സർഫസ് ആണ് കേട്ടോ. റെറ്റിന, ഒപ്റ്റിക് ഡിസ്ക്, അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ വിഷനെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റൽ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ വിഷനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരിക്കുക. ആ ഒരു ഏരിയയുടെ കൃത്യമായിട്ട് ആ ഒരു ഏരിയയുടെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി, അതുമായി കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു ഏരിയാസിലേക്ക് നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു ഐ എക്സാമിനേഷൻ, നമ്മുടെ കണ്ണ് പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഫണ്ടോസ്കോപ്പി ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കണ്ണിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ അവർ ചെയ്ത് നോക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഫണ്ടോസ്കോപ്പി ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി ചെയ്ത് നോക്കുക എന്നുള്ളത്. അതല്ലാതെ നമ്മുടെ സാധാരണ ശാരീരിക പരിശോധനയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. വേഗം വായിച്ചു നോക്കി, ഇത് വായിച്ചു നോക്കിയാറുണ്ട് കേട്ടോ ഒഫ്താൽമോസ്കോപ്പ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് കേട്ടോ ഒരു ടെസ്റ്റിനെ ഒഫ്താൽമോസ്കോപ്പി അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയും. ആ ഉപകരണത്തെയാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹോൾട്ടർ മോണിറ്റർ. ഹോൾട്ടർ മോണിറ്റർ ഇത് നിങ്ങൾ അങ്ങനെ ചിലപ്പോൾ കണ്ടു കാണുള്ളൂ, അധികം പരിചയമില്ലാത്തതായിരിക്കും അല്ലെ. ഹോൾട്ടർ മോണിറ്റർ നോക്കിയേ, ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. Holter monitor is a portable device which operates with the help of a battery. ഒരു ബാറ്ററിയുടെ സഹായത്തില് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോർട്ടബിൾ ഡിവൈസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണമാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന പ്രവർത്തനം എന്താ? ഇറ്റ് measures and records your heart's functioning constantly for 24 to 48 hours or longer depending on the type of monitoring used. അതായത് നമ്മൾ ഒരു ECG പ്രൊസീജിയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഒരു ഫിക്സഡ് സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ ECG എടുക്കുക അല്ലെ.
ഒരു ഓവർ ടൈം പീരീഡ്, ഒരു ഗിവൺ ടൈം പീരീഡിനുള്ളിൽ, ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ നമ്മുടെ എന്താണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ് ചെയ്യുക അല്ലെ. അല്ലേ ECG നമ്മൾ അതല്ലേ പഠിച്ചത്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, ഒരു ഫിക്സഡ് ഏരിയയിൽ ഇരുന്ന്, ഒരു സ്ഥലത്ത് ഇരുന്നല്ലേ നമ്മൾ അത് ചെയ്യുന്നത് അല്ലേ. ഒരു ഗിവൺ ടൈം പീരീഡും ഉണ്ടാവും അല്ലെ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒക്കെ നമുക്ക് ECGയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് എടുക്കാൻ പറ്റില്ല. ഒരു ഫിക്സഡ് ഏരിയയിലാണ് ഇരിക്കുന്നത്. അതേസമയം ഹോൾട്ടർ മോണിറ്ററിന്റെ പ്രത്യേകത ആണെന്ന് ഇവിടെ ECG എന്താണ് ചെയ്യുന്നത്, അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ECG ഉപയോഗിച്ച് നമ്മൾ ഹാർട്ടിന്റെ ഫങ്ഷൻസും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെയും അത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റും നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള്. പക്ഷെ എങ്ങനെയാണ്, കോൺസ്റ്റന്റ്ലി ഫോർ 24 to 48 അവേഴ്സ്, 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു മോണിറ്റർ എങ്ങനെയൊക്കെ മോണിറ്റർ ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ ഈ സമയം കൂടാം കുറയാം കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ എങ്ങനെയാണെങ്കിലും ബാറ്ററിയുടെ ചാർജ്. അപ്പൊ നമുക്ക് എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ ശരീരത്തിന് ഘടിപ്പിച്ച്, നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരീരത്തിന് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഘടിപ്പിച്ച് വെച്ച്, മനസ്സിലായോ. ചെറിയൊരു സ്മോൾ ക്യാമറയുടെ അത്രയുള്ള ഒരു ഉപകരണമാണ്. അപ്പൊ അതിൽ നിന്നും പറഞ്ഞ പോലെ നമ്മുടെ ECG ചെയ്യുന്ന പോലെ തന്നെ ട്യൂബും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയായിട്ട് ഇലക്ട്രോഡ്സ് ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ ഇലക്ട്രോഡ്സിലൂടെ 24 മുതൽ 48 മണിക്കൂർ വരെ ആ ഒരു ബാറ്ററിയുടെ ചാർജ് തീരുന്നത് ആ ഒരു ഏകദേശം ആ സമയമാകുമ്പോഴേക്കാണ്. അപ്പൊ അത്രയും സമയം, ചിലത് അതിൽ കൂടുതൽ സമയത്ത് കിട്ടാറുണ്ട് കേട്ടോ. അത് ഏത് ടൈപ്പ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഈ ഒരു ഉപകരണങ്ങളുടെ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ. Then the instrument has the size of a small camera. ഒരു ചെറിയ ക്യാമറയുടെ സൈസിലുള്ള ഒരു ഉപകരണമാണ്. It has wires. അതിൽ നിന്ന് വയേഴ്സ് വന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ ECG ഒക്കെ ചെയ്യാറില്ലേ, അതുപോലെ വയേഴ്സ് വന്നിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ഏരിയയിൽ എന്ത് ചെയ്യും, സിൽവർ കളറിലുള്ള ഡോളർ സൈസ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിന്നുമായിട്ട്. ആ ഇലക്ട്രോഡ്സിലൂടെ ആ ഒരു ട്യൂബുകൾ എന്ത് ചെയ്യുന്ന വയേഴ്സ് ഘടിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മോണിറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി നമുക്കത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയറല്ലോ. ഹോൾട്ടർ മോണിറ്റർ ചോദിക്കാറുണ്ട്, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കാർഡിയാക് ടേബിൾ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണേ. കാർഡിയാക് ടേബിൾ. കാർഡിയാക് ടേബിൾ എന്ന് പറഞ്ഞാൽ എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ. പേഷ്യൻസ് മാത്രമല്ല കേട്ടോ, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചിലപ്പോ കണ്ടു കാണും, ഇത് വാർഡുകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടോ ഈ ഒരു ടേബിള്. പല പർപ്പസുകളുണ്ട് ഈ ഒരു ടേബിളിന്, ഒരൊറ്റ പർപ്പസ് ഒന്നുമല്ല. bed table set in front with a pillow on it. Patients can incline forward and take rest. ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് ഇപ്പൊ പ്രത്യേകമായിട്ട് ഇപ്പൊ കാർഡിയാക് കണ്ടീഷൻ ഉള്ള ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസ് ആണ്, അതൊരു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട ഹാർട്ട് ഫെയിലിയറോ ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ബ്രീത്തിങ്ങിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി അവർക്ക് തല കുറച്ച് കുറിച്ച് കിടക്കണമെങ്കിലോ ചെരിഞ്ഞ് കിടക്കണമെങ്കിലോ നേരെ കിടക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു കാർഡിയാക് ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ട് ഇത് ടേബിൾ ഒരു ബെഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് അതിനൊരു ഫ്രണ്ട് ഭാഗത്ത് ഒരു പില്ലോ കവർ വെച്ചിട്ട് നമുക്ക് ബെഡ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പേഷ്യൻസിന് ചെരിഞ്ഞ് കിടക്കണോ നേരെ ചാരി കിടക്കണോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് ഒരു ബെഡ് പോലെ യൂസ് ചെയ്ത് പില്ലോ വെച്ചിട്ട് ബെഡ് പോലെ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ അതിന്റെ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇനി പില്ലോ ഇല്ല എങ്കിൽ നമുക്ക് അവിടെ എഴുതുന്നതിന് വേണ്ടിയോ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടോ ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും.
patients with cardiac condition asthma. So cardiac table എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ ബ്രീത്തിങ് സപ്പോർട്ട് കുറച്ചും കൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി അവരുടെ ആ ഒരു പൊസിഷൻ നേരെ അതേ കൃത്യമായിട്ടുള്ള ആ ഒരു ബ്രീത്തിങ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ പൊസിഷനിൽ അവരെ കെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു കാർഡിയാക് ടേബിൾ വഴി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക്, ആസ്മയുള്ള പേഷ്യൻസിനൊക്കെ ഈ ഒരു ടേബിൾ സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബെഡ് പോലെ ഇത് സെറ്റ് ചെയ്യാം. ഒരു പില്ലോ അതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് പേഷ്യൻസിന് ഇഷ്ടമുള്ള രീതിയിൽ ചെരിഞ്ഞോ ചാരിയോ ഒക്കെ കിടക്കാവുന്ന രീതിയിലാക്കാം. അതല്ല എങ്കിൽ പില്ലോ കവർ ഇല്ല, പില്ലോ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ടേബിൾ പോലെ യൂസ് ചെയ്യാം. എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിളോ അല്ലെങ്കിൽ മീൽസ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ടേബിളോ ഒക്കെ ആക്കി നമുക്ക് മാറ്റാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. കാർഡിയാക് ടേബിൾ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് EMG. എന്താണ് EMG? ഇലക്ട്രോമയോഗ്രഫി. അപ്പൊ നമ്മൾ ECG പഠിച്ചു, EEG പഠിച്ചു. നെക്സ്റ്റ് വൺ ആണ് EMG, ഇലക്ട്രോമയോഗ്രഫി. അതിന്റെയൊക്കെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും പഠിക്കണേ. ECGയുടെ ആണെങ്കിലും EEGയുടെ ആണെങ്കിലും EMGയുടെ ആണെങ്കിലും എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണോട്ടോ, ചോദിക്കാറുണ്ട്. Then that's a muscle response or electrical functioning response to nerve stimulation of the muscle. ഒരു മസിൽസുമായി ബന്ധപ്പെട്ടുണ്ടാവുക നെർവ്സിന്റെ സ്റ്റിമുലേഷൻ, നെർവ്സിന്റെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഉത്തേജനവുമായി ബന്ധപ്പെട്ട് മസിൽസിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ് അല്ലെ, പേശികളുടെ ആ ഒരു പ്രതികരണം, നാഡിയുടെ ആ ഒരു ഉത്തേജനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മസിൽസ് എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രതികരണം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതാണ് ഈ ഇലക്ട്രോമയോഗ്രഫി ടെസ്റ്റ് നമ്മൾ ചെയ്യാം. The test is used to help find neuromuscular deformity in the course of the test. And one or more small needles, also called electrodes, are connected through the skin into the muscle. നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൂടെ ചെറിയ സൂചികൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒന്നോ അതിലധികമോ ചെറിയ നീഡിൽസ് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. അവ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിലൂടെ മസിൽസിലേക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ മസിൽസിലൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു നെർവ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ നാഡിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തേജനം കൊടുക്കുകയും അതിലൂടെ ആ ഒരു മസിൽസ്, അവിടെയുള്ള ആ ഒരു മസിൽസ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് മസിൽസ് ഉണ്ടല്ലോ, ആ മസിൽസിൽ എങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അല്ലെങ്കിൽ മെഷർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ ഇവിടെ അതിലൂടെ നമ്മുടെ നെർവ്സ് മസിൽസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അല്ലെ, നമ്മുടെ ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റീസ്, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടോ മസിൽസുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ മസ്തിഷ്കപരമായിട്ട് നമ്മുടെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെർവ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വൈകല്യങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് ഇലക്ട്രോമയോഗ്രഫി. അപ്പൊ കൃത്യമായ നെർവ് സ്റ്റിമുലേഷൻസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മസിൽസ് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ അത്തരം റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുന്നതിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ആ ചെറിയ നീഡിൽസ് മസിൽസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു EMGയുടെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്ന് വായിച്ചു നോക്കി EMG.
ഇതെയോ? ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എയർവേ. എയർവേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ്. അതായത് ഇതൊരു കൂട്ടം മെഡിക്കൽ ഡിവൈസുകളെയാണ് കേട്ടോ നമ്മുടെ എയർവേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ്, രണ്ടും പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ ദ പേഷ്യൻസ് എയർവേ. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, പേഷ്യൻസിന്റെ എയർവേ അല്ലെ, അവരുടെ ആ ഒരു എയർവേ നിലനിർത്താനായിട്ട്, സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, ബ്രീത്തിങ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് പേഷ്യൻസ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ് ഫ്രം ട്രാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ് which could prevent this person from breathing. എന്താണ് ഇതിലൂടെ നമ്മുടെ എപ്പിഗ്ലോട്ടിസ്, അതായത് ചില ആളുകൾ ഇപ്പോ സർജറിയുമായി ബന്ധപ്പെട്ടോ എനിക്ക് നമ്മുടെ സർജറി നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നാക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന ഭാഗത്തെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗത്തെ മൂടാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ സർജറി ചെയ്ത സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത് അവർ അബോധാവസ്ഥയിലായിട്ടുള്ള സമയത്തായിക്കോട്ടെ, അവരുടെ ആ ഒരു ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ അവരുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എയർവേ അല്ലെങ്കിൽ അഡ്ജന്റുകൾ പ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്തരം മെഡിക്കൽ ഡിവൈസുകളെയാണ് ഇപ്പൊ എയർവേ എന്ന് പറഞ്ഞാലും അഡ്ജന്റ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ആ പേഷ്യൻസിനെ എയർവേ ഓപ്പൺ ആക്കി നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാവ് ഇറങ്ങിപ്പോയി എപ്പിഗ്ലോട്ടിസിനെ റാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്താൽ അതുവഴി പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി വരും. അപ്പൊ അതിനെ തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ക്ലിയർ അല്ലേ? ഓക്കെ, PFT എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് വൺ ആണ് കേട്ടോ. അതൊന്നുകൂടി നമുക്ക് എടുക്കാം കേട്ടോ. PFT എന്ന് പറഞ്ഞാൽ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആർ എ കളക്ഷൻ ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ ഹൗ ഏബിളി യുവർ ലങ്സ് വർക്ക്. നമ്മുടെ ലങ്സ് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളെ, ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. This contain how well you are capable of breathing. എത്ര നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. How effective your lungs are able to bring oxygen to the rest of your body. നമ്മുടെ ബോഡിയിലേക്ക് എത്ര നന്നായിട്ട് നമ്മുടെ ലങ്സിന് ഓക്സിജൻ എത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ടെസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളാണ്. നമ്മുടെ ലങ്സ് എത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കളക്ഷൻ ഓഫ് ടെസ്റ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ബ്രീതിങ് എത്ര നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കഴിവുണ്ട്, അതുപോലെ തന്നെ എത്ര നന്നായിട്ട് നമ്മുടെ ലങ്സിന് ഓക്സിജനെ ക്യാരി ചെയ്യാനും നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും കൊടുക്കാനും എത്ര കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് PFT ടെസ്റ്റ്. ഒന്ന് വായിച്ചു നോക്കിയ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഓക്കെ, പിന്നെ ഇവിടെ വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഈ PFT അല്ലെങ്കിൽ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ പറയും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.